ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പൊ ഇന്നൊരു മെഹന്തി വ്ളോഗാണ് കാണിക്കുന്നത്. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തില് ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൈയിന്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന് മുകളിൽ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഹംസ് വരച്ചെടുക്കുക. ഈ ഹംസിന് മുകളിലായിട്ട് ഇതുപോലെ 6-7 പെറ്റൽസ് ഒന്ന് ഇത്തിരി വലുപ്പത്തിൽ തന്നെ വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ ഓരോ പെറ്റൽസിന്റെ മുകളിലും ഇതുപോലെ കർവ് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലൈനിന്റെ കർവ് വരുന്ന ഭാഗത്ത് റാ ഷേപ്പ് ഒന്ന് ചുറ്റിലും വരച്ചെടുക്കുക. ഇനി ഇപ്പി വരച്ചെടുത്ത ഷേപ്പിനുള്ളിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഓരോ പെറ്റൽസ് ആക്കി എടുക്കുക. അങ്ങനെ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്ലവറിന്റെ താഴെ ഇത്തിരി സൈഡിലോട്ടായിട്ട് വരുന്ന രീതിയിൽ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിന്റെ മുകളിൽ ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുക. അതിനുശേഷം ഈ മുകളിൽ വരച്ചെടുത്ത ഫ്ലവറിന്റെ സൈഡിൽ ഇതുപോലെ റാ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. തൊട്ട് മുന്നേ വരച്ചെടുത്ത സ്പൈറലിനോട് ചേർന്നിട്ട് വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ മുകളിൽ 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിൽ സെൻട്രൽ ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുത്ത ശേഷം ഹംസ് വരച്ചിട്ട് ആ ഒരു ഹംസിന് മുകളിൽ ഇതുപോലെ ഇത്തിരി വലിയൊരു ഡോട്ട് പരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇപ്പൊ ഈ വരച്ചെടുത്ത 2 ഫ്ലവേഴ്സിന്റെ സെൻട്രലിൽ നിന്നായിട്ട് താഴോട്ട് വരുന്ന രീതിയിൽ കർവ് വരുന്ന ഒരു ലൈൻ ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിന്റെ അറ്റം ഇതുപോലെ ഒന്ന് ഇത്തിരി വളച്ചിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വരച്ചെടുത്ത ലൈനിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു കർവ് വരുന്ന ലൈനിന്റെ 2 സൈഡിലും ഇതുപോലെ താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സിനെ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. കർവ് വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ ഒരു സൈഡിൽ മാത്രം ലീവ്സ് വരച്ചെടുക്കുക. ഇങ്ങനെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് വരച്ചെടുത്ത ശേഷം നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിന് തൊട്ടടുത്തായിട്ട് അടുത്തൊരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഹംസ് വരച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലവറിന് മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ഫ്ലവറിനോട് ചേർന്ന് തന്നെ അടുത്തൊരു സ്പൈറൽ വരച്ചിട്ട് ഇതുപോലെ തന്നെ ഫ്ലവർ ആക്കി എടുക്കുക. ഇങ്ങനെ സെൻറ്ററിൽ കൊടുത്ത വലിയ ഫ്ലവറിന്റെ ചുറ്റിലും ഇതുപോലെ തന്നെ ഒന്ന് ഫ്ലവേഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഫ്ലവർ വരച്ചെടുക്കുമ്പോൾ നേരത്തെ കൊടുത്ത റാ ഷേപ്പ് വരച്ച ഫ്ലവറിന്റെ മുകളിലായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതേ ഫ്ലവറിനെ ഒന്ന് വരച്ച് ഫില്ല് ചെയ്തെടുക്കുക. ഇനി ഈ ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റാ ഷേപ്പ് വരച്ച ഫ്ലവറിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന രീതിയിൽ ഇതുപോലെ കൈയിന്റെ അറ്റത്തേക്ക് 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു സെൻറ്ററിലുള്ള 2 ലൈൻസിന്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കട്ടി കൂട്ടി കൊടുക്കുക. അതിനുശേഷം മുകളിൽ വരച്ചെടുത്ത ലൈനിന് ഇതുപോലെ ഒന്ന് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലൈനിന്റെ മുകളിൽ ഫുള്ളായിട്ട് ഹംസ് വരച്ചെടുക്കുക. ഇതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള ലൈനിന് മുകളിലും ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഹംസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ ഒരു താഴെ വരച്ച ഹംസിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ ഇത്തിരി ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് ലീവ്സ് കംപ്ലീറ്റ് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇങ്ങനെ 2 സൈഡിലും ലീവ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വരച്ചെടുത്ത 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിൽ കർവ് ചെയ്ത് വരക്കുന്ന ഒരു കുഞ്ഞ് ഡിസൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ഒരു ലൈനിന് മുകളിലായിട്ട് ഇതുപോലെ തന്നെ താഴോട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ലൈനിന് ഒരു ഇത്തിരി കട്ടി കൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫിംഗറിലാണ് ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ വിരലിൽ വരച്ചെടുത്ത ഡിസൈൻ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വിരലിലും അതേ ഡിസൈൻ തന്നെയാണ് വരച്ചെടുക്കുന്നത്. അതിനായിട്ട്
കൈയിന്റെ സെൻട്രലായിട്ട് ഒരു സ്പൈറൽ വരച്ചെടുക്കുക. അതിന് ചുറ്റിലും ഹംസ് വരച്ചിട്ട് ഈ ഒരു ഫ്ലവറിന്റെ മുകളിൽ ഫുള്ളായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ഫ്ലവറിന്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കർവ് വരുന്ന ഒരു കുഞ്ഞു ഡിസൈൻ വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ടായിട്ട് ലീവ്സ് നിൽക്കുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലവറിന് താഴെ ഇതുപോലെ തന്നെ കർവ് വരുന്ന ഒരു ഡിസൈൻ വരച്ചെടുക്കുക. അതിന് മുകളിലായിട്ട് താഴോട്ട് വരുന്ന രീതിയിൽ വേണം ലീവ്സ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഡിസൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്തൊരു ഫിംഗറിൽ ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫിംഗറിന്റെ തുടക്ക ഭാഗത്ത് ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലവറിന് മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു ഫ്ലവറിന്റെ താഴെ കൈയിന്റെ ഉൾഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴോട്ട് വരുന്ന ഒരു കർവ് വരുന്ന ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ വരച്ച ഫ്ലവറിന്റെ മുകളിൽ ഇത്തിരി ഗ്യാപ്പ് ഇട്ട ശേഷം ഏകദേശം ഫിംഗറിന്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു 3 ലൈൻസ് വരച്ചെടുക്കുക. അതിലെ സെൻട്രൽ ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ലൈനിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ചെടുക്കുക. അതിന് മുകളിൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചെടുക്കുക. ഇനി ഫ്ലവറിന് മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം നേരത്തെ വരച്ച പോലെ തന്നെ കർവ് വരുന്ന ഈ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ട് മുകളിലോട്ട് ലേസ് വരുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക. ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുമ്പോൾ ഓരോ ഫിംഗറിലും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വേണം കർവ് വരുന്ന ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നേരത്തെ ഗ്യാപ്പ് വന്ന സ്പേസിൽ ഇതുപോലെ ഒന്ന് ഇത്തിരി ചെരിഞ്ഞിട്ട് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ലൈൻസ് വരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കോളംസ് ആക്കി എടുക്കുക. ഇനി അടുത്തൊരു ഫിംഗറിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻട്രൽ ഫ്ലവർ വെച്ചിട്ടുള്ള ഡിസൈൻ ഒന്ന് വരച്ചെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫിംഗേഴ്സ് ഒക്കെ സെയിം ഡിസൈൻ വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫിംഗേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയ ശേഷം താഴെ വരച്ചെടുത്ത ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിന്റെ ഷേപ്പ് വെച്ചിട്ടുള്ള ഫ്ലവറിന്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലെ തന്നെ കർവ് വരുന്ന ലൈൻ മുകളിലോട്ടായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ലൈനിന് മുകളിലും ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി വരുന്ന ഓരോ ജോയിന്റ് വരുന്ന ഭാഗത്തും 2 or 3 അല്ലെങ്കിൽ 5 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ പല ഭാഗങ്ങളും ക്യാമറയിൽ പെടാത്തത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞു ട്രൈപോഡ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവും അറിയില്ല. കിട്ടിയ ശേഷം ഏതെങ്കിലും ഒരു വീഡിയോന്റെ കൂട്ടത്തിൽ അതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതാണ് ഇന്നത്തെ ഫൈനൽ ലുക്ക്. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാന്ന്. വർഷങ്ങൾക്ക് മുമ്പ് 8ലോ 9ലോ പഠിക്കുന്ന ടൈമിലാണ് ഈ ഒരു ഐറ്റം കയ്യിൽ കിട്ടുന്നത്. അന്ന് ക്ലാസ്സും തിരക്കുകളൊക്കെ ആയിട്ട് അധികം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്നിപ്പോ ഒരു സ്റ്റാൻഡായിട്ട് ഈ ക്യൂബ്സ് ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്.